മുഹസിന അസു വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹസിന, വീണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിക്കുകയാണല്ലോ വെള്ളാപ്പള്ളി. അമൃത, മൂവാറ്റുപുഴ പണ്ടപ്പിള്ളിയിൽ നടന്ന SNDP നേതൃസംഗമത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പരസ്യമായി ആക്ഷേപവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ ഈഴവ വിരോധിയാണെന്നും ഈഴവനായ കെ സുധാകരനെ ഒതുക്കിയത് വി ഡി സതീശനാണെന്നും ഇതുപോലൊരു പരമപന്നനെ താൻ കണ്ടിട്ടില്ലെന്ന വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം ഒക്കെ തന്നെ ഈ പരിപാടി നടക്കുന്ന വേളയിൽ അദ്ദേഹം ഉന്നയിക്കുകയൊക്കെ തന്നെ ചെയ്തു. മാത്രമല്ല, മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണ് വി ഡി സതീശൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഓരോ ശ്രമവും ഈ കാലയളവിൽ സതീശൻ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി കുപ്പായം ലക്ഷ്യമിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ടായി. അതായത് മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണ് വി ഡി സതീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളും എടുക്കുന്നു. അത്തരത്തിൽ ഈഴവ വിരോധിയായി മാറി ഈഴവനായ കെ സുധാകരനെ ഒതുക്കിയതിന് പിന്നിൽ വി ഡി സതീശനാണ് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. മാത്രമല്ല, തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നതടക്കമുള്ള കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശൻ ഈ പരിപാടിയിൽ പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. നേരത്തെ നമ്മൾ കണ്ടു വി ഡി സതീഷിന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞത്. അതായത് ആര് വർഗീയത പറഞ്ഞാലും താൻ അതിനെ എതിർക്കുമെന്നതിനെയാണ് വി ഡി സതീഷിന്റെ പ്രതികരണം. എന്താണെങ്കിലും നമുക്കറിയാം, അടുത്ത കാലത്തായി പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കഴിഞ്ഞ ദിവസം SNDP ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നതിനെ അടക്കം ആ സംഘടനക്കകത്തു നിന്ന് തന്നെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഇത്തരത്തിലുള്ള പരസ്പരം പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണെങ്കിലും മൂവാറ്റുപുഴയിൽ നടന്ന SNDP നേതൃസംഗമത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പരസ്യമായി ഒരു ആക്ഷേപവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. മുഹസിന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ എന്താണ് പറയുക, രൂക്ഷമായ ഭാഷയിലായിരുന്നു അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം എന്ന് പറയുന്നത് ആ പരിപാടിക്കിടയിൽ. ഇതിപ്പോൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുമെന്നല്ലാതെ ഇതുകൊണ്ട് ഇവിടെ അവസാനിച്ചു എന്ന് കരുതാൻ കഴിയില്ലല്ലോ. അമൃത, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ശ്രീനാരായണ സേവാ സംഘം ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം വർഗീയ പരാമർശങ്ങൾക്കെതിരെ ശക്തമായി തന്നെ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്തിരിക്കാൻ, SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത വലിയ രീതിയിൽ പറയുന്നു. അത് കേന്ദ്രത്തിൽ മകന് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ആണ് ഇത്തരത്തിലുള്ള സമീപനം അദ്ദേഹം നടത്തുന്നു എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ വരുന്നുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ പരാമർശങ്ങൾക്കെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വർഗീയ പരാമർശങ്ങൾക്കെതിരെ പരസ്യ പ്രതികരണവുമായി ഒക്കെ തന്നെ രംഗത്ത് വന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുദേവൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രത്യേകിച്ച് അദ്ദേഹം SNDP അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ പറയുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ആര് ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞാലും താൻ അതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വരുമെന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആരൊക്കെ ഏത് രീതിയിൽ വിമർശിച്ചാലും തന്റെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പകലുപോലെ വ്യക്തമാകുന്നത്. അത്തരത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ വിമർശിച്ചാൽ അദ്ദേഹത്തെ എത്രമാത്രം ആക്ഷേപിക്കാൻ സാധിക്കുമോ അത്തരത്തിൽ തന്നെ പരസ്യമായി തന്നെ പൊതു പരിപാടിയിൽ തന്നെ അദ്ദേഹം വിമർശിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമൃത. മുഹസിന അസു ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.